തലശ്ശേരിയിൽ വൻ തീപിടുത്തം. തലശ്ശേരി കണ്ടിക്കൽ എസ്റ്റേറ്റിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തലശ്ശേരി, മാഹി, പാനൂർ ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സന്തോഷ് ചേരിക്കാണ് വിശദാംശങ്ങളുമായി. സന്തോഷ്, എന്താണ് നിലവിലത്തെ സാഹചര്യം? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? സിന്ധൂരി, തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തലശ്ശേരി കണ്ടിക്കലിലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കേന്ദ്രത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തീപിടുത്തം ഉണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ഈ തീ ആളിപ്പടരുകയായിരുന്നു. ഇവിടെ ഈ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളവയും ഈ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്രി സാധനങ്ങളും മറ്റുമുള്ള ഗോഡൌണും ഈ കെട്ടിടത്തിന്റെ ഇതിന്റെ അകത്തായി ഉണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക് പൊടിച്ച് കയറ്റി അയക്കുന്ന സ്ഥലമുണ്ട് ഇതിനകത്ത്. അവിടെ എന്തോ വെൽഡിംഗ് നടക്കുന്ന സമയത്താണ് ഈ തീ പടർന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനി, അതോടൊപ്പം തന്നെ ഒരു സ്റ്റീൽ കമ്പനി ഉൾപ്പെടെയുള്ളവയുണ്ടായിരുന്നു. ഇവയ്ക്കും തീ പിടിച്ചു. ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പും സമീപത്തുണ്ടായിരുന്നു. എന്നാൽ അതിന് തീ പിടിച്ചില്ല. ഈ 4 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണക്കുകയായിരുന്നു. മാഹി സ്വദേശി റഫീഖിന്റെ ഉടമസ്ഥയിലുള്ള സിറ്റി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. 30 വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. തലശ്ശേരി നഗരസഭ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ സമീപത്താണ് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല. സിന്ധൂരി.